കേരളത്തിൻ്റെ തനത് വാദ്യകലയായ പഞ്ചവാദ്യത്തിൽ പെൺകരുത്ത് അറിയിക്കുകയാണ് മലപ്പുറത്തെ ഒരു കൂട്ടം വനിതകൾ. എടപ്പാൾ സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിലെ 74 വിദ്യാർത്ഥിനികളാണ് ഈ വരുന്ന വനിതാ ദിനത്തിൽ ചരിത്രത്തിലാദ്യമായി ഒരു സമ്പൂർണ്ണ വനിതാ പഞ്ചവാദ്യം അരങ്ങിൽ എത്തിക്കുന്നത്. തിമിരയും മദ്ദളവും ഇലത്താളവും കൊമ്പും ഇടക്കിയുമെല്ലാം ചേർന്നൊരുക്കുന്ന താളവിസ്മയം. മലയാളികളുടെ സിരകളിൽ ആവേശം നിറയ്ക്കുന്ന പഞ്ചവാദ്യം സ്ത്രീകളുടെ കരുത്തിൽ ഇവിടെ കൊട്ടിക്കയറുകയാണ്. എടപ്പാൾ സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യമാണ് വാദ്യകലയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നത്. വിവിധ പ്രായത്തിലുള്ള സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള 74 വനിതകളാണ് ഒരേ താളത്തിൽ അണിനിരക്കുന്നത്. ആദ്യം സോപാന സംഗീതത്തിലാണ് സ്ത്രീകൾ വന്നു ചേർന്നു, അവരുടെ പരിശീലനം നടന്നു. അത് കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഒരു ആശയത്തിൽ നിന്നാണ് ഈ പഞ്ചവാദ്യം എന്നുള്ളൊരു ഇത് വരുന്നത്. 64 സ്ത്രീകളെന്നായിരുന്നു ഉദ്ദേശിച്ചത്. ഇപ്പോൾ 74 സ്ത്രീകളുണ്ട്. അതിൽ ചെറിയ കുട്ടികൾ തൊട്ട് 6ഉം 7ഉം 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ തൊട്ടിട്ട് ഒരു 74, 73, 74 വയസ്സ് വരെയുള്ള സ്ത്രീകളുണ്ട്. വനിതാ ദിനത്തിൽ 1 മണിക്കൂർ നീളുന്ന പഞ്ചവാദ്യത്തിന്റെ താളവിസ്മയം തീർക്കാനായുള്ള അവസാനഘട്ട പരിശീലനത്തിലാണിവർ. വർഷങ്ങൾക്ക് മുന്നേ കലാരംഗത്ത് ഒറ്റപ്പെട്ടാണെങ്കിലും സ്ത്രീ സാന്നിധ്യം 200 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ട്. കഥകളിയിൽ 200 വർഷത്തിലധികം സ്ത്രീകൾ ഉണ്ടായിരുന്നതിൻ്റെ ചരിത്രം നമുക്കറിയാം. അപ്പോൾ കേരളത്തിൽ ഇനി ഇതൊരു മാറ്റം കൊണ്ടുവന്നിട്ട് ശാസ്ത്രീയ കലകളിൽ അതിൽ പഞ്ചവാദ്യം ഒരു പ്രധാന വിഷയമായി എടുത്ത് കൂടുതൽ സ്ത്രീകൾ രംഗത്ത് വരാനും കൂടി ഒരു ഭാഗമാവട്ടെ എന്നാണ് സോപാനം ഇതിനോട് ലക്ഷ്യമിടുന്നത്. തുകൽവാദ്യത്തിലെ ഈ താളപ്പെരുക്കം ലിംഗസമത്വത്തിന്റെ വിളംബരം കൂടിയാണ്. ഈ വരുന്ന വനിതാ ദിനം താളമേളത്തിന്റെ പെൺപെരുമയാണ് കേരളത്തിന് സമ്മാനിക്കുക. ടി കെ രവീന്ദ്രൻ, അമൃത ന്യൂസ്, മലപ്പുറം.